ഹലോ ഗൈസ്, ഫ്രോങ്സറിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്ററിന്റെ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലെയിൻ ചേഞ്ചറും അല്ലാതെ നമുക്ക് പെർമനന്റ് ആയിട്ട് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനുമാണ് ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങോട്ട് താത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആകാൻ തുടങ്ങും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ആകുന്നുണ്ട്, വിങ്കർ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ തിരിച്ച് നോർമൽ ഇട്ടേക്കാണ്. അപ്പോൾ 6 വരി പാതയൊക്കെ വരികയാണല്ലോ. അപ്പോൾ 6 വരി പാത വരുമ്പോഴത്തേക്ക് എന്തായാലും ലെയിൻ ചേഞ്ചിങ് ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. ലെയിൻ ചേഞ്ചിങ്ങിൽ എങ്ങനെ പുറകിൽ വരുന്ന വാഹനത്തെ പ്രോപ്പറായിട്ട് അറിയിക്കാം. നമ്മൾ ലെയിൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താത്തത് മാത്രമേ ഉള്ളൂ. സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് താത്തിയാൽ തന്നെ വണ്ടി അങ്ങോട്ട് നീങ്ങിപ്പോയിക്കോളും. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് ബാക്കിൽ വരുന്ന വാഹനം അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം വിങ്ക് ചെയ്തിട്ട് നിർത്തും. 3 പ്രാവശ്യം ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് നിർത്തും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് താത്തുന്നു, 2, 3, അങ്ങനെ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ട്. അതുപോലെ തന്നെ അത് റൈറ്റ് സൈഡിലേക്ക് പോകാനാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അത് 3 പ്രാവശ്യം വിങ്ക് ചെയ്തിട്ട് നിർത്തും. ഇനി അതല്ല, നിങ്ങൾ അങ്ങനെ വിങ്ക് ചെയ്ത് നിർത്തി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് എങ്ങോട്ടെങ്കിലും കുറച്ചൊന്ന് അടുപ്പിച്ച് കൊണ്ടുപോകാനാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ താത്തി തന്നെ പിടിച്ചാൽ മതി, വിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. കണ്ടോ? പക്ഷെ ഇങ്ങനെ പിടിച്ചേക്കുന്ന കേസിൽ എന്ന് വെച്ചാൽ നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നിൽക്കും. പക്ഷെ ഇങ്ങനെ തൊട്ട് പിടിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം വിങ്ക് ചെയ്തിട്ട് നിർത്തും. അപ്പോൾ നിങ്ങൾ ഇത് ആവശ്യമായ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാം. മെയിനായിട്ട് ഇത് ആവശ്യം വരുന്നത് ലെയിൻ ചേഞ്ചിങ്ങിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ 6 വരി പാതയിലോ 4 വരി പാതയിലൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ആ ലൈനുകൾ തമ്മിൽ ചേഞ്ച് ചെയ്യാനോ, ഒരു വാഹനത്തെ ഓവർടേക്കിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരുന്ന സിറ്റുവേഷൻ വന്നാൽ ജസ്റ്റ് ഒന്ന് വിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഓണായി കിടക്കത്തില്ല. ഈ കണ്ടിന്യൂസ് ഓണായി കിടക്കുന്നത് അത് ഡ്രൈവിങ്ങിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ടിന്യൂസ് ഓണായി കിടക്കുകയാണെങ്കിൽ ബാക്കിൽ വരുന്ന വാഹനം നിങ്ങളുടെ ഇൻഡിക്കേറ്റർ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ പ്ലാൻ ചെയ്ത് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഓണാക്കിയിട്ടുണ്ട് ഈ വിങ്ക് ചെയ്യുന്ന കണ്ടിട്ട് ലെഫ്റ്റിലോട്ടായിരിക്കും കിടക്കുന്നത്, ഓർക്കാതെ റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റൈറ്റ് പ്ലാൻ ചെയ്തായിരിക്കും വരുന്നത്. സോ ഇൻഡിക്കേറ്റർ, നിങ്ങൾ ഇട്ടേക്കുന്ന ഇൻഡിക്കേറ്ററും നിങ്ങളത് യൂസ് ചെയ്യുന്ന വിധവും ബാക്കിൽ വരുന്ന വാഹനങ്ങളെയും റോഡിലുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെയും എല്ലാം ബാധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്, മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക്. അതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഫ്രോങ്സർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.